അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം ഇപ്പോൾ ഉജ്രയിൽ നിന്ന് കേട്ട ഒരു വാർത്ത, അക്ബർ അലി എന്ന് പറയുന്ന 22 വർഷം മാത്രം പ്രായമുള്ള ഈ ചെറിയ ഒരു ചെറുപ്പക്കാരൻ്റെ മരണവാർത്ത വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന, നമ്മളെല്ലാവരെയും നിശബ്ദരാക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അക്ബർ അലിയുടെ മരണം. ആ യുവാവിൻ്റെ പ്രായമാകട്ടെ 22. ജീവിതം പൂർണ്ണമായി തുടങ്ങാൻ പോലും സമയമാകാത്ത പ്രായം. അവൻ സ്വപ്നങ്ങളുണ്ടായിരുന്നു, നാളെയെക്കുറിച്ചുള്ള ഒരുപാട് പ്ലാനുകളുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം പോലെ, എന്നും എപ്പോഴത്തെ ദിവസം പോലെ ഒരു സാധാരണ ദിവസമായിട്ട് അവൻ കണക്കിലാക്കിയത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൻ പറഞ്ഞത് അവസാനമായ വാക്ക് ഞാൻ വരാമെന്നായിരുന്നു. പക്ഷേ അവൻ തിരിച്ച് വന്നത് കഫൻ പുടവയിലാണ്. അവൻ പോലും അറിഞ്ഞില്ല, അവൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞില്ല, നമ്മളാരും അറിഞ്ഞില്ല. ഇന്ന് അക്ബർ അലി വീട്ടിലേക്ക് നിശ്ചലമായി തിരിച്ചു വരുമെന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര വലിയ സത്യമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്ത് സംഭവിക്കും എന്ന് ഒരു ആത്മാവിനും അറിയില്ല എന്നുള്ളത്. അവൻ അവസാനം സംസാരിച്ചിരിക്കുന്ന, ഇതിൻ്റെ അവസാനത്തെ ജോലിയാണെന്ന് അവൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഒരു നിമിഷം മാത്രം, ആ നിമിഷം കഴിഞ്ഞപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നവനല്ല, ഓർമ്മയായി മാത്രം മാറിപ്പോയി. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര സത്യമാണ്. വൃദ്ധനെ മാത്രം അന്വേഷിച്ചുകൊണ്ട് മരണം വരില്ല. രോഗിയും ദുർബലനെ മാത്രം തേടുന്നതല്ല മരണം. യുവാവിനെയും ആരോഗ്യമുള്ളവനെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവനെയും എല്ലാവരെയും മരണം തേടിയെത്തും. ഫൈനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങളെവിടെയായാലും മരണം നിങ്ങളെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മരണത്തിന് എല്ലാ സമയത്തും നാം തയ്യാറായിരിക്കണമെന്നാണ്. ഈ യുവാവ് മരിച്ചത് ഒരു അപകടത്തിലാണ്. ഉജ്രയിലെ ഉറിപ്പള്ളയിലെ വെച്ചിട്ടാണ് ഈ ഒരു മരണം നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജോലിയാകട്ടെ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ്. 22 വർഷമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ പ്രായമാണ്. ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ജീവിക്കുന്ന ചെറുപ്പക്കാർ, ആ മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയിൽ കഴിയുന്ന മാതാപിതാക്കളെ ചെവിയിലേക്ക് കേൾക്കുന്ന ഈ ഒരു വാർത്ത എങ്ങനെ അവർ സഹിക്കും പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ യുവാവ് മരിച്ചത് ഒരു അപകടത്തിലാണ്. എന്നാലോ ഇങ്ങനൊരു അപകടം സംഭവിക്കുമെന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവന് വിചാരിച്ചു പോലും ഉണ്ടാവില്ല. അദ്ദേഹം ഉജ്രയിൽ കരണ്ട് ജോലിക്കിടയിലാണ് ഒരു വൈദ്യുതി അപകടത്തിൽ മരണപ്പെടുന്നത്. NC റോഡിലെ അക്ബർ അലി 22 വർഷം പ്രായം. ജീവിക്കാനായി ഇറങ്ങിയ വഴിയിൽ ജീവൻ അവിടെ അവസാനിച്ചു. ഇപ്പോൾ അവൻ്റെ മയ്യത്ത് ബെൽത്തങ്കടി സർക്കാർ ആശുപത്രിയിൽ മിണ്ടാതെയായി കിടന്നിറക്കുന്ന വല്ലാത്തൊരവസ്ഥ. ഇത് വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ മരണം നമ്മോട് ചോദിക്കുന്നുണ്ട്. അക്ബർ അലിയുടെ ആ കിടപ്പറയിൽ, ആ ബെൽത്തങ്കടി സർക്കാർ ആശുപത്രിയിലെത്തിയാൽ അക്ബർ അലി നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ തയ്യാറാണോ? നിൻ്റെ ഈമാൻ എവിടെയാണ്? ഇന്ന് രാത്രി നിനക്കറിയോ നീ ഇന്ന് പള്ളിക്കാട്ടിലാണോ അല്ലെങ്കിൽ വീട്ടിലാണോ കിടന്നുറങ്ങുന്നത്?
ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, നീ മരിക്കും അവരും മരിക്കും. അള്ളാഹുവേ, നമ്മുടെ പ്രിയങ്കരനായ അക്ബർ അലിക്ക് നീ പൊരുത്തു കൊടുക്ക റബ്ബേ, മഗ്ഫിറത്ത് ചെയ്യണേ റഹ്മാനെ. എത്ര യുവാക്കൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പലവിധ അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ഇന്നലെ നോക്ക് 4 മക്കളാണ്. സുബ്ഹാനല്ലാഹ്. ആ മക്കള് എത്ര വലിയ ആവേശത്തിലാണ് ഉപ്പയെ കൂടെ അല്ലേ, കുടുംബത്തിൽ ഭദ്രതയായി കഴിഞ്ഞ മക്കള്, മാതാപിതാക്കളെ കൂടെ ഉണ്ടായ മക്കൾ. മാതാപിതാക്കളെ കൂടെ മക്കളുണ്ടെങ്കിൽ അവർ സുരക്ഷിതരാണ്. അവരേത് അപകടത്തിൽപ്പെട്ടാൽ മാതാപിതാക്കൾ അവരെ രക്ഷപ്പെടുത്തിയേക്കും. കാരണം കൂടെ ഉണ്ടല്ലോ ഉമ്മയും ഉപ്പയും. അങ്ങനൊരു ആശ്വാസമുണ്ടാവും. പക്ഷേ അതൊന്നും മരണത്തിനൊന്നുമല്ല. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ്. എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. മരിക്കുന്ന നേരം ഈമാനോടുകൂടി മരണം കിട്ടണമെങ്കിൽ ആ മരണത്തിന് വേണ്ടി നാം എല്ലാവരും ഒരുങ്ങിയിരിക്കണം. മരണം നേരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടേത് തീർന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള നല്ല മരണം നമ്മേവർക്കും അല്ലാഹു നൽകട്ടെ. കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്ന ഈ മരണമൊക്കെ ഇതിനൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലമാണ്. കാരണം ഇത് അപകടത്തിലുള്ള മരണമാണ്. അപകടത്തിൽ മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയങ്കരനായ അക്ബർ അലിക്ക് അല്ലാഹു പൊരുത്തു കൊടുക്കട്ടെ. അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഷഹീദിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റജബ് മാസമാണ്. വെള്ളിയാഴ്ച രാത്രിയോടുകൂടി അടുത്ത സമയം, വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ചയും കൂടിയാണ്. അല്ലാഹു ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ഹക്ക് ജാബർക്കത്തുകൊണ്ട്, അതുപോലെ ഈ ദിവസത്തിൻ്റെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് അല്ലാഹുവെ ജീവിച്ച് കൊതി തീരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ അക്ബർ അലിക്ക് നീ നിശ്ചയിച്ച ആയുസ് അത്രയാണ്. അള്ളാഹുവിൻ്റെ നിശ്ചയം അത്രയാണ്. എത്രത്തുള്ള അപകട മരണങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന നമുക്കൊരു ഓർമ്മപ്പെടുത്തണം. നമ്മെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. മരണപ്പെട്ടവർ രക്ഷപ്പെട്ടു. അവരുടെ ജീവിതം ഈമാനോട് കൂടിയാണെങ്കിൽ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമുക്ക് മരിച്ച ആളെ നാം ഓർക്കൂല, കുറച്ച് ദിവസമേ ഓർക്കുള്ളൂ. നാം ചോദിക്കുന്നത് ഭാര്യയുണ്ടോ മക്കളുണ്ടോ അവരുടെ സങ്കടത്തെക്കുറിച്ചാണ്. ഒരിക്കലും ആ മരിച്ച ആൾ ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടി വരുമെന്നതിനെ കുറിച്ചൊന്നും ഓർക്കാറില്ല. ആ മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാകണം. എത്ര സ്വപ്നങ്ങളായിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയവൻ തിരിച്ചു വരുന്നത് മയ്യത്തായിട്ടാണ്. യാ അല്ലാഹ്, എത്രത്തുള്ള മരണങ്ങൾ റബ്ബേ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നും എപ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. മരിക്കുമ്പോൾ ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.